നമസ്കാരം. പാകിസ്ഥാനിൽ ഇന്ന് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, അസീം മുനീർ. പാകിസ്ഥാനിലെ സൈനിക മേധാവിയായിരുന്ന അസീം മുനീർ ഇനി അങ്ങോട്ട് പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി മാറുകയാണ്. 3 സൈന്യങ്ങളുടെയും ചുമതല ഇനി അസീം മുനീറിനായിരിക്കും. ഇത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി വരുത്തിയാണ് പാക് സർക്കാർ ഇയാൾക്കായി ഇത്രയും വലിയ ആനുകൂല്യങ്ങൾ നൽകുന്നത്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അസീം മുനീറിനെ എല്ലാവർക്കും ഭയമാണ് എന്നുള്ളത് തന്നെയാണ്. പാർലമെൻറ്റ് ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയെങ്കിലും ഇതിൽ ഒപ്പുവയ്ക്കാൻ മടിച്ച് പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് ആകട്ടെ ഇപ്പോൾ ലണ്ടനിലാണ്. ഏതായാലും ലണ്ടനിൽ നിന്ന് മടങ്ങി വന്നല്ലേ പറ്റൂ, അതോ അവിടെ തന്നെ കഴിയാനാണോ ഷബാസ് ഷെരീഫിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇനി മുതൽ അസീം മുനീർ ആയിരിക്കും പാകിസ്ഥാനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു പരിധിവരെ അസീം മുനീർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജനറൽ സിയാഉൾ ഹക്കിനെയാണ്. ഒരു കാലത്ത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുടെ അതിവിശ്വസ്തനായിരുന്ന സൈനിക മേധാവി പിന്നീട് ഭൂട്ടോയെ തന്നെ അട്ടിമറിച്ച് അധികാരം പിടിക്കുകയും ഒടുവിൽ ഭൂട്ടോയെ വധശിക്ഷയ്ക്ക് അയക്കുകയൊക്കെ ചെയ്ത അതിക്രൂരനായ ഭരണാധികാരിയായിരുന്നു സിയാഉൾ ഹക്ക്. സിയാഉൾ ഹക്കിനോട് സാദൃശ്യമുള്ള ഒരുപാട് സ്വഭാവവിശേഷങ്ങൾ ഈ അസീം മുനീറിനുമുണ്ട്. രണ്ടുപേരും ഒരുപോലെ തീവ്ര വർഗീയവാദികളാണ്. മറ്റു മതങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, സ്വന്തം മതത്തിൽ തന്നെ ചില അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെപ്പോലും അംഗീകരിക്കാത്തവരാണ് ഇവർ രണ്ടുപേരും. ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ വിദഗ്ധന്മാർ പറയുന്നത് ഇതിൽ വലിയൊരു നീക്കമാണ് എന്നാണ്. കാരണം അസീം മുനീർ അധികാരം പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് സിയാഉൾ ഹക്കിനെ പോലെ പതിറ്റാണ്ടുകളോളം ഇയാൾ രാജ്യം ഭരിക്കുകയും ചെയ്യും. സിയാഉൾ ഹക്ക് ഒരേ സമയം രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും അതേസമയം സൈനിക മേധാവിയുമായിരുന്നു. അതുപോലെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അസീം മുനീർ പോവുക എന്നാണ് എല്ലാവരും കരുതുന്നത്. അസീം മുനീർ വളരെ തന്ത്രശാലിയായ പട്ടാളക്കാല രാഷ്ട്രീയക്കാരനാണ്. ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ദുർബലന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അവസരം ഭംഗിയായി മുതലെടുക്കാൻ അസീം മുനീറിന് കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് സൈന്യം തന്നെയാണ്. അവരെ എതിർക്കുന്നവരെയൊക്കെ തന്നെ അവർ വധിക്കുകയോ അല്ലെങ്കിൽ ദുർബലരാക്കുകയോ ചെയ്യും. ബേനസർ ഭൂട്ടോയും സുൽഫിക്കർ അലി ഭൂട്ടോയും ഒക്കെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. സിയാഉൾ ഹക്കിന് പോലും ഒടുവിലുണ്ടായ ദുരൂഹമായ വിമാനാപകടത്തിലെ മരണം പോലും പാകിസ്ഥാൻ പട്ടാളമാണോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലും സംശയങ്ങൾ ഉയർത്തിയിരുന്നു. അത്രത്തോളം ശക്തരാണവർ. തങ്ങളെ എതിർക്കുന്ന എത്ര ഉന്നതമാണെങ്കിലും അയാളെ വകവരുത്തുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം രീതിയാണ്. പക്ഷേ ഇവിടെ അസീം മുനീർ ആകട്ടെ സൈന്യത്തെ തൻ്റെ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട്. സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അഴിമതി കാട്ടാനും അതുപോലെ ഈ കമ്മീഷൻ അടിക്കാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇയാൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരാരും ഒരിക്കലും അസീം മുനീറിനെതിരെ നിൽക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതിനായി അസീം മുനീർ കണ്ടെത്തിയ ഏറ്റവും എളുപ്പമാർഗ്ഗം അമേരിക്കയുമായി ചങ്ങാത്തം കൂടുക എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയിൽ പല പ്രാവശ്യം അസീം മുനീർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു രാഷ്ട്രത്തലവന് നൽകുന്ന അതേ സ്വീകരണമാണ് ഇയാൾക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഓരോ രാജ്യത്തെ രാഷ്ട്രത്തലവന്മാർക്ക് മാത്രം പോയി കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള അമേരിക്കയുടെ വലിയ സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെ ഈ അസീം മുനീറിനെ അവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് കാണിച്ചു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എത്രമാത്രം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ട്രംപിനെ സോപ്പിടുന്നതിന് വേണ്ടി ട്രംപിനെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് നാമനിർദ്ദേശം ചെയ്തതിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ചാണക്യബുദ്ധിയുമൊക്കെ തന്നെ ഈ അസീം മുനീറിൻ്റേതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ പാകിസ്ഥാനിലെ ധാതു സമ്പുഷ്ടമായ മേഖലകളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കാനുള്ള മറ്റൊരു നീക്കം നടത്തുന്നുണ്ട്. ഇതിനെല്ലാം മുഖസാക്ഷികളായി നിൽക്കുകയാണ് അവിടുത്തെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള നാളുകളൊക്കെ തന്നെ ആധുനിക കാലത്തെ സിയാഉൾ ഹക്ക് എന്നറിയപ്പെടുന്ന ഈ അസീം മുനീർ തന്നെയായിരിക്കും രാജ്യത്തെ നയിക്കുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള അഴിമതിക്കാരനാണ് ഇയാൾ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ എന്ത് ക്രൂരതയും കാട്ടാൻ മടിക്കാത്ത യാതൊരു മനുഷ്യപ്പറ്റുമില്ലാത്ത ഒരു സൈനികനാണ് ഈ അസീം മുനീർ എന്നും പറയപ്പെടുന്നു. മറ്റൊരു വിചിത്രമായ കാര്യം, ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഇയാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ ഇയാൾക്ക് പാകിസ്ഥാൻ സർക്കാർ ചെയ്തത് പ്രൊമോഷൻ നൽകുകയായിരുന്നു ഫീൽഡ് മാർഷലായിട്ട്. സാധാരണഗതിയിൽ ജയിച്ചു വരുമ്പോഴാണ് പ്രൊമോഷൻ നൽകുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇത് പാകിസ്ഥാൻ സർക്കാർ സ്വമനസാല ചെയ്തതല്ല, ഇയാളുടെ ഭീഷണിക്ക് വഴങ്ങി ചെയ്തതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാൻ വീണ്ടും ഒരു സൈനിക ഭരണാധികാരിയുടെ കീഴിൽ ഇനി അങ്ങോട്ടുള്ള കാലം പോകേണ്ടി വരും എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ അസീം മുനീറിൻ്റെ ഈ ഒരു പുതിയ സ്ഥാനാരോഹണം. ഇപ്പോൾ തൽക്കാലം 5 വർഷത്തേക്കാണ് പുതിയ നിയമനമെങ്കിൽ പോലും അടുത്ത 5 വർഷം കൂടി വീണ്ടും ഭരിക്കാൻ, അങ്ങനെ 10 വർഷം പിന്നെ വേണമെങ്കിൽ നീട്ടിക്കൊണ്ടു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇയാളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അസീം മുനീറായിരിക്കും പാകിസ്ഥാനെ എല്ലായിടത്തും നയിക്കുക. ഇനി മുതൽ അസീം മുനീറായിരിക്കും പാകിസ്ഥാനെ നയിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ വളരെ ജാഗ്രതയോടെ തന്നെ ഇരിക്കേണ്ടി വരും. കാരണം ഇയാളൊരു യുദ്ധക്കൊതിയനും വർഗീയവാദിയുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അയൽ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.